പ്രൈസ് ദി ലോർഡ്. ആഗമന കാലത്തിലെ ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് നമ്മുടെ വിനയശീലത്തെയും എളിമയെയും കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ പരിശുദ്ധ ദേവമാതാവ് ഇപ്രകാരം പറയുന്നു: അവിടുന്ന് തന്റെ ദാസ്യരുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മ മാത്രമല്ല, തിരുവചനത്തിലുടനീളം ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ച എല്ലാവരും തങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചവരായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വിശുദ്ധ യോസേപ്പ് പിതാവും സഖറിയായും ഏലീശോയും തുടങ്ങി ഈ ആഗമനത്തിൽ കാലത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തിത്വങ്ങളും ഈ എളിമയുടെയും തങ്ങളെ തന്നെയുള്ള സമർപ്പണത്തിൻ്റെയും മകുട ഉദാഹരണങ്ങളായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ലോകം മുഴുവൻ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന സുന്ദരമായ ദിവസങ്ങളാണല്ലോ. വർണ്ണാഭമായ നക്ഷത്രങ്ങൾ കൊണ്ടും മാലബൾബുകൾ കൊണ്ടും ഒക്കെ തെരുവീഥികളെല്ലാം അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ഒരു സീസൺ തന്നെ എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും ക്രിസ്മസ് എന്ന് പറയുന്നത് 25-ാം തീയതി കലണ്ടറിലെ ഒരു ചുവന്ന അക്ഷരത്തിൽ രേഖപ്പെടുത്തിയിരിക്കപ്പെട്ടിരിക്കുന്ന അവധി ദിവസമാണ്. അത് ക്രിസ്മസ് ഈ ലോകം ആഘോഷിച്ച് കടന്നു പോകും. പക്ഷെ ക്രൈസ്തവരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സീസൺ കടന്നു പോകുന്നതിൻ്റെ ആനന്ദമല്ല, മറിച്ച് പ്രവൃത്തികളും മനോഭാവങ്ങളുമെല്ലാം ദൈവഹിതാനുസൃതം വിശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മീയ ആനന്ദമാണ് ക്രിസ്മസ്. അപ്പോൾ നമ്മുടെ ഏതൊക്കെ മേഖലകളിൽ അടിമത്തങ്ങളുണ്ടോ അവയെല്ലാം അതിജീവിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിക്ക് യഥാർത്ഥത്തിലുള്ള ക്രിസ്മസിൻ്റെ ആനന്ദം അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ. ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ, ഏതൊക്കെ നമ്മുടെ ജീവിതത്തെ ഉപരിയായി ഭരിക്കുന്നുണ്ടോ അവയെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ അകറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്മസ് ഈ സീസൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുക്കത്തിൻ്റെ നോമ്പുകാലമായിട്ട് തീരുന്നത്. വലിയ നോമ്പുകാലത്ത് നമ്മൾ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ 10-ാമത്തെ സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ക്രമരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ക്രമരഹിതമായ ആസക്തി മൂലം ഞങ്ങൾ ചെയ്തു പോകുന്ന പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷിക്കേണ്ട ഒരു കാര്യമാണത്, എന്നാൽ ആഹരിക്കേണ്ടതാണ്. എന്നാൽ ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലത്ത്, ജീവനേക്കാൾ വലുത് ഭക്ഷണമാണെന്ന് കരുതുന്ന കാലത്ത്, ആത്മീയത വീക്ഷണം കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുകയും ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റി നിർത്തേണ്ടതുണ്ട്. പല ഭക്ഷണ പദാർത്ഥങ്ങളും ലോകത്തെ ഇന്ന് മനുഷ്യകുലത്തെ ആളുകളെ വ്യക്തിജീവിതങ്ങളെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. പുതിയ ഭക്ഷണ സംസ്കാരം തന്നെ കടന്നു കയറുന്നുണ്ട്. ഭക്ഷണം എന്ന് പറയുന്നത് ഒരു അടയാളമായിട്ട് നമ്മൾ കണക്കാക്കണം. ഈശോ പോലും പരീക്ഷിക്കപ്പെടുന്നതിൻ്റെ കണക്കുകൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ ഈശോയും ഭക്ഷണത്തിന് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് വെറും ഭക്ഷണമല്ല, അതൊരു അടയാളം കൂടിയൊക്കെയാണെന്ന് നമ്മൾ ആഴത്തിൽ ധ്യാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആസക്തികൾ നിലനിൽക്കുന്നു ആ മേഖലകളെ എല്ലാം നിയന്ത്രിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്മസിൻ്റെ ആനന്ദം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അതിനെക്കുറിച്ച് പുരാതനമായി നമ്മൾ പ്രായോഗികമാക്കിക്കൊണ്ടിരുന്ന കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഭക്ഷണത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ വലിയ അടിസ്ഥാനപരമായൊരു പാഠമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ക്രമരഹിതമായ ആസക്തി മൂലം നമ്മൾ മറ്റുള്ളവരും ദൈവസ്നേഹത്തിൽ നിന്ന് അകലുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഭക്ഷണ പദാർത്ഥങ്ങൾ കൈയടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരികെ നടന്നുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ആഗമനകാലത്തിൻ്റെ ഈ ഒരു സന്ദേശം ഇന്നേ ദിവസം പ്രാവർത്തികമാക്കുവാനായി ഇന്നത്തെ ദിവസം നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ഒഴിവാക്കുകയും തർക്കങ്ങൾ ഒഴിവാക്കുകയും ഒക്കെ ഒന്ന് ചെയ്താലോ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ മനോഹരമാക്കുന്നതിലൂടെ ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ നമുക്കും ഇടയാകട്ടെ. മുറ്റത്തെ കരിയിൽ പെറുക്കളഞ്ഞടാ.
അമ്മ പോട്ടെ പോട്ടെ പോട്ടെ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Happy Christmas.